ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ് എന്ന് പറയുന്ന ഓൺ ഗോയിങ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയ നമ്മുടെ നായികയാണെങ്കിൽ ഒരു റൈറ്റർ ആണ്. റൈറ്റർ എന്ന് പറയുമ്പോൾ ബോയ്സിന്റെ ഇടയിലുള്ള ലവ് സ്റ്റോറി എല്ലാം എഴുതുന്ന ഒരു റൈറ്റർ. ഇതേപോലുള്ള ഫാന്റസി സ്റ്റോറി എല്ലാം എഴുതിയിട്ട് നമ്മുടെ നായികയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ഡ്രാമ പറയുന്നത്. ഇതൊരു കോമഡിയും സ്കൂൾ റൊമാൻസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡ്രാമയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല, നമുക്ക് ഡ്രാമ തന്നെ കാണാം. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കല്യാണത്തിനായി തയ്യാറായി നിൽക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെയാണ്. എന്നാൽ അവളുടെ അടുത്തായി രണ്ട് പയ്യന്മാര് നിൽപ്പുണ്ട്. ആദ്യത്തെ ഈ പയ്യനാണെങ്കിൽ പെൺകുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. രണ്ടാമത്തെ പയ്യനെ നോക്കുവാണെങ്കിൽ പെൺകുട്ടി അവനെ മീറ്റ് ചെയ്യുന്നത് കോളേജിൽ വെച്ചാണ്. ഇവരിൽ താൻ ആരെ ചൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ കൺഫ്യൂഷനായി നിൽക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ രണ്ട് പയ്യന്മാരും അവിടെ കിടന്ന് വഴക്ക് കൂടുന്നു. നമ്മൾ വിചാരിക്കും ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പയ്യന്മാരും വഴക്ക് കൂടുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യം. ഈ രണ്ട് പയ്യന്മാർക്കും പരസ്പരം ഇഷ്ടമുണ്ട്. ആ കാര്യം പറഞ്ഞിട്ടാണ് അവര് രണ്ടുപേരും അവിടെ നിന്ന് വഴക്ക് കൂടുന്നത്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പയ്യന്റെ ഫോൺ അടിക്കുന്നത്. വിളിച്ചത് അവന്റെ അച്ഛനാണ്. അവന്റെ അച്ഛനാണെങ്കിൽ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചത്. ഇവന്റെ അച്ഛൻ കല്യാണം കഴിച്ചത് വേറെ ആരെയുമല്ല, നമ്മുടെ ആദ്യത്തെ പയ്യന്റെ അമ്മയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ ബ്രദേഴ്സ് ആണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒന്ന് ഇമോഷണലായി വരുന്ന സമയത്താണ് ആദ്യത്തെ ആള് പെട്ടെന്ന് തന്നെ കട്ട് പറയുന്നത്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിനക്കെന്താ വട്ടാണോ, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ ആദ്യത്തെ ആളാണെങ്കിൽ കൈ ചൂണ്ടുന്നു. അതെല്ലാം ലാപ്പിൽ കൂടെ നമ്മുടെ കഥാനായികയായ യൂജു കണ്ടുകൊണ്ടിരിക്കുവാണ്. അവൻ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂജുവിനോടാണ്. നീ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത്? കഥയാണെങ്കിൽ ഇത്രയും വലിച്ചു നീട്ടിയിട്ട് അവസാനത്തെ എപ്പിസോഡിലാണോ ഇവർക്ക് മനസ്സിലായത് ഇവര് രണ്ടുപേരും സ്നേഹിക്കുവാണെന്ന്? അവരെങ്ങനെ അവരുടെ സ്നേഹം തുറന്നു പറഞ്ഞ സമയത്ത് ഇപ്പോഴാണെങ്കിൽ അവര് ബ്രദേഴ്സും ആവുന്നു. ഇങ്ങനെ ഒരു എൻഡിങ് കൊടുത്താണോ ഈ പൊട്ട കഥ അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ യൂജുവിനോട് വഴക്കിടുന്നു. നമുക്കിതിന്റെ തുടർച്ചയായി 2 സീസൺ കൂടി ഇറക്കാം എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് രണ്ടാമത്തവനും അവളെ കളിയാക്കുന്നു. ഇവളാണോ ആ പൊട്ട ഓദർ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവനും കളിയാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു പോലീസ് വണ്ടിയുടെ സൈറൻ കേൾക്കുന്നു. യൂജു നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ എത്തുന്നു. അവൾ എവിടെ എന്നും ചോദിച്ചുകൊണ്ടാണ് ആ പോലീസുകാരൻ അങ്ങോട്ടേക്ക് എത്തിയത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും യൂജുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ആ പോലീസുകാരൻ സ്ക്രീനിന്റെ അടുത്തേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ആ പോലീസുകാരൻ അവളുടെ റൂമും തുറന്ന് അവളുടെ റൂമിലേക്കാണ് വരുന്നത്. ഇതേപോലുള്ള പൊട്ടക്കഥകൾ എഴുതി വായനക്കാരെ ബോറടിപ്പിച്ചെന്നും പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരൻ എത്തിയിരിക്കുന്നത്. യു ആണെങ്കിൽ ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നു. അതെ, ഇതെല്ലാം സ്വപ്നമാണ്, യൂജു കണ്ട വെറും ഒരു സ്വപ്നം മാത്രം. ഇനി നമുക്ക് യൂജുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടാലോ? ഞാനൊരു റൈറ്റർ ആണ്. എങ്ങനത്തെ സ്റ്റോറിയാണ് ഞാൻ എഴുതുന്നത് എന്ന് വെച്ചാൽ ഈ ബോയ്സിന്റെ ഇടയിലുള്ള ലവ് സ്റ്റോറി ഇല്ലേ, അതെല്ലാമാണ് ഞാൻ എഴുതുന്നത്. ഈ മൂക്കുന്നാണ് എന്റെ പെറ്റ് നെയിം. ഞാനാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാൽ അതാണെങ്കിൽ ഞാൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ അറിയാതെ ഏതോ രണ്ടുപേരും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ കഥകൾക്കൊന്നും ലൈക്കോ കമന്റോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഒരു കൊച്ചു പയ്യൻ റൂമും തുറന്ന് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതാണ് എന്റെ പുന്നാരാനിയൻ. ഞാൻ ഇങ്ങനത്തെ സ്റ്റോറി എഴുതുമെന്ന് ഈ ലോകത്തിൽ അറിയാവുന്ന ഒരേ ഒരാൾ അത് ഇവനാണ്. അതിന്റെ പേര് പറഞ്ഞിട്ടാണ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നതും. അങ്ങനെ ഇപ്പോൾ അവളുടെ അനിയൻ വന്നിരിക്കുന്നത് അവനൊരു കോക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാണ്. യൂജു ആണെങ്കിൽ അത് മേടിച്ചു തരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ യൂജു അത് മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത സീസണിൽ ഇനി അവൾ എന്ത് സ്റ്റോറി എഴുതും എന്നൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതിനെ പറ്റി എല്ലാം ഓർത്തു വരുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് തന്നെ ഒരു കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, 4 പയ്യന്മാരെയാണ് അവൾ കണ്ടത്. ആ 4 പയ്യന്മാരും അവിടെ നോർമലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അവളുടെ കണ്ണിൽ കൂടെ അവര് 4 പേരും റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവരുടെ കൂട്ടത്തിലെ ഒരു പയ്യന്റെ കാല് വയ്യാത്തത് കൊണ്ട് മറ്റേവൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം അവളാണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടാണ് നോക്കി നിൽക്കുന്നത്. യൂജു ആണെങ്കിൽ കണ്ണെടുക്കാതെ തന്നെ അവരെ നോക്കി നിൽക്കുവാണ്. യൂജു ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവരും കാണുന്നുണ്ട്. അവര് കണ്ടെന്ന് മനസ്സിലാക്കിയ യൂജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നോടി രക്ഷപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യൂജു സ്കൂളിലേക്ക് പോകുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇങ്ങനത്തെ എല്ലാ സ്റ്റോറീസ് എഴുതുന്നത്. അങ്ങനെ അവളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്താണ് ആ 4 പയ്യന്മാരും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറുന്നത് അവൾ കാണുന്നത്. എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഒരാൾ മാത്രം കാറിൽ കയറാൻ സമ്മതിക്കുന്നില്ല. താൻ നടന്നു വന്നോളാം എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അവനെ തിരിച്ചു വിളിക്കാനായി മറ്റൊരാളും കൂടി അവന്റെ പുറകിന് പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ പേരും ഇവര് എന്താണ് ചെയ്യുന്നതെന്നും പറയാത്തത് ഇവർക്കായി ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. അതിൽ വ്യക്തമായി തന്നെ ഇവര് ആരാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ ആ സീൻ കാണുമ്പോൾ ഇവരെല്ലാം ആരാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഈ 4 പേരെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെ പിണങ്ങിപ്പോയവനെ തിരിച്ച് കാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ പയ്യൻ. ഇതെല്ലാം ഒളിച്ചു നിന്ന് യൂജുവും കാണുന്നുണ്ടായിരുന്നു. അവര്
രണ്ടുപേരും അവിടെ നിന്ന് നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. നോർമലായിട്ട് നിന്ന് കാറിലേക്ക് കയറാനൊക്കെയാണ് മറ്റേ പയ്യൻ പറയുന്നത്. എന്നാൽ യൂജു ആണെങ്കിൽ ഇതെല്ലാം വേറൊരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ യൂജു അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു ഈച്ച അവളുടെ നെറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ അടിക്കുന്നുണ്ട്. അടിയാണെങ്കിൽ കുറച്ച് ശക്തിയിലായി പോയി. അവൾക്കാണെങ്കിൽ വേദനിക്കുന്നുണ്ട്. അങ്ങനെ യൂജു പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് അവളുടെ നെറ്റി ഓക്കെ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നു. ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലെ കണ്ണാടി പയ്യൻ ഇവളെ കാണുന്നത്. യൂജു ആണെങ്കിൽ അവരുടെ വീഡിയോ എടുക്കുവാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. യൂജു ആണെങ്കിൽ അതേപോലെയാണ് ഫോൺ പിടിച്ചിരിക്കുന്നതും. അങ്ങനെ കണ്ണാടി പയ്യൻ പെട്ടെന്ന് തന്നെ യൂജുവിന്റെ അടുത്തേക്ക് എത്തുന്നു. നീ എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? നീ ഞങ്ങളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണോ എന്നൊക്കെ കണ്ണാടി പയ്യൻ തിരക്കുന്നു. ഏയ് അല്ലല്ല, ഞാൻ എന്റെ ഫേസ് നോക്കുവായിരുന്നു എന്നൊക്കെ യൂജു പറയുന്നു. എന്നാൽ കണ്ണാടി പയ്യനാണെങ്കിൽ യൂജു കള്ളം പറയുവാണ് എന്നാണ് ചിന്തിക്കുന്നത്. മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനെല്ലാം കണ്ണാടി പയ്യൻ പറയുന്നു. എന്നാൽ താൻ വീഡിയോ അല്ല എടുത്തതെന്നൊക്കെ യൂജു ആണെങ്കിൽ ആണയിട്ട് പറയുന്നുണ്ട്. നീ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിനക്ക് കുറച്ച് കമന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ കണ്ണാടി പയ്യൻ അവളോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. കണ്ണാടി പയ്യൻ പറയുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സിനെ പറ്റിയാണ്. എന്നാൽ യൂജു വിചാരിക്കുന്നത് അവൾ എഴുതിയ സ്റ്റോറീസിനൊന്നും കമന്റ് കിട്ടുന്നില്ലല്ലോ, ആ കാര്യമാണ്. ഞാൻ എത്ര നല്ല സ്റ്റോറീസ് എഴുതിയിട്ടും ആരും എനിക്കൊരു കമന്റ് പോലും തരുന്നില്ല. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്. ഒരു കമന്റ് ഇട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്തൂടെ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തിരിച്ച് കഥയിലേക്ക് തന്നെ വരാം. യൂജു ആണെങ്കിൽ തന്റെ സ്റ്റോറീസിന് കമന്റ് ഒന്നും ഇല്ല എന്നുള്ള വിഷമമല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം കേട്ടിട്ട് കണ്ണാടി പയ്യന് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. നീ വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട, മര്യാദയ്ക്ക് ആ ഫോണിങ് തന്നേര്, ഞാൻ തന്നെ അതിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കണ്ണാടി പയ്യനാണെങ്കിൽ യൂജുവിന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. എന്നാൽ യൂജു ആണെങ്കിൽ അവളുടെ ഫോണൊന്നും കൊടുക്കാനായി സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ഫോണിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടികൂടുന്നു. അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാവല്ലോ. വിചാരിച്ച പോലെ തന്നെ ആ ഫോൺ ആണെങ്കിൽ നിലത്ത് വീഴുന്നു. ഇല്ല ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് യൂജു ആ ഫോൺ എടുക്കുന്നത്. എന്നാൽ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് തോന്നുന്നു. അവളുടെ ഫോൺ ആണെങ്കിൽ പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ടു, എന്റെ ഫോണ് പൊട്ടി എന്നും പറഞ്ഞ് യൂജു ആണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നു. നീ മര്യാദയ്ക്ക് ആദ്യമേ ആ ഫോൺ കാണിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ കണ്ണാടി പയ്യൻ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് യൂജുവിന് പിന്നെയും ദേഷ്യം വരുന്നു. എന്നാൽ വോ ആണെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ കണ്ണാടി പയ്യന്റെ കൂടെയുള്ള പയ്യൻ അവളോട് സംസാരിക്കുന്നു. കണ്ണാടി പയ്യനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവനാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തത്. നീ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇത് ശരിയാക്കി തരാം എന്ന് കൂടെയുള്ള പയ്യൻ പറയുന്നു. സാരമില്ല, അത് വിട്ടേക്ക് എന്നും പറഞ്ഞ് യൂജു ആണെങ്കിൽ അവിടെ നിന്ന് പോയി. എന്നാൽ കണ്ണാടി പയ്യൻ അങ്ങനെ ഒന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവളുടെ പുറകിന് തന്നെ ചെന്നിട്ട് അവനാണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഇട്ടിരിക്കുന്നത് ഏത് സ്കൂളിലെ യൂണിഫോം ആണെന്ന് ഞങ്ങൾക്കറിയാം. ഈ വീഡിയോ വല്ലോ ലീക്കായി കഴിഞ്ഞാൽ നിന്റെ സ്കൂളിലേക്ക് തന്നെ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണാടി പയ്യൻ അവളെ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ പേടിച്ചിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം കണ്ണാടി പയ്യൻ കാറിൽ കയറി പോകുന്ന വഴിക്ക് കണ്ണാടി പയ്യനാണെങ്കിൽ യൂജുവിനെ കാണുന്നു. അവനാണെങ്കിൽ ഓരോ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ യൂജു ആണെങ്കിൽ നേരെ ചെല്ലുന്നത് അവളുടെ സ്കൂളിലേക്കാണ്. സ്കൂളിന്റെ മുന്നിൽ തന്നെ യൂജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഗോയ എന്നാണ് അവളുടെ പേര്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് യൂജു അവളുടെ ഫോൺ കാണിക്കുന്നത്. അങ്ങനെ യൂജു ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് സ്കൂളിലേക്ക് കയറുന്ന സമയത്താണ് സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ എന്തോ ഒരു തിരക്ക് കാണുന്നത്. പറയാൻ മറന്നുപോയി, ഇതൊരു ഗേൾസ് സ്കൂളാണ്. അവരുടെ സ്കൂളിലേക്ക് പുതിയതായി കുറെ ടീച്ചേഴ്സ് വന്നിരിക്കുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. എല്ലാരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മിക്ക ഗേൾസും ആ സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ കിടന്ന് തിരക്ക് കൂട്ടുകയാണ്. ആ തിരക്കിലേക്കാണ് നമ്മുടെ യൂജുവും ഗോയയും ചെന്നുപെട്ടത്. അങ്ങനെ അവരെല്ലാരും പുതിയതായി വന്ന ആ ടീച്ചേഴ്സിന്റെ മുഖം കാണാനായി അവിടെ നിന്ന് തിരക്ക് കൂട്ടുന്നു. അങ്ങനെ പ്രിൻസിപ്പൽ ആണെങ്കിൽ പുതിയതായി വന്ന ടീച്ചേഴ്സിനെ പഴയ ടീച്ചേഴ്സിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആദ്യത്തെ ആളാണ് ജിയോൺ. പുള്ളി ഈ സ്കൂളിൽ PT ടീച്ചറായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ആള് ഡേജുൻ. പുള്ളിയാണെങ്കിൽ ജാപ്പനീസും ലിറ്ററേച്ചറും ആണ് പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ആള് യൂൻ ആണെങ്കിൽ കൊറിയൻ ലിറ്ററേച്ചർ ആണ് അവരെ പഠിപ്പിക്കുന്നത്. യൂനിനെ കണ്ടപാടെ നമ്മുടെ ഗോയയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എന്റെ ലാസ്റ്റ് ലവ് എന്നൊക്കെ ഗോയ പറയുന്നു. അതേസമയം പ്രിൻസിപ്പൾ നാലാമത്തെ ആളെയും പരിചയപ്പെടുത്തുന്നു. നാലാമത്തെ ആളാണ് സു ആണെങ്കിൽ മാത്സ് ടീച്ചറാണ്. സു ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ കണ്ണാടി പയ്യൻ തന്നെ. അത് മാത്രമല്ല, ഇവര് 4 പേരും തന്നെയാണ് യൂജുവിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നതും. ഇവര് റൊമാൻസ് ചെയ്യുന്നതായിട്ടാണ് യൂജുവിന് തോന്നിയത്. ഇവരെ കണ്ടിട്ട് യൂജു ആണെങ്കിൽ ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും യൂജു മാത്രമാണ് ഷോക്കായി നിൽക്കുന്നത്. ഈ 4 പേരെയും ഒരുമിച്ച് ഈ സ്കൂളിലെ ടീച്ചറായി കണ്ടതുകൊണ്ടാണ് യൂജു ഷോക്കായി നിൽക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡോർ അകത്ത് നിന്ന് പൂട്ടിയതാണെങ്കിലും തിരക്ക് കാരണം ആ ഡോർ തുറക്കുന്നു. അങ്ങനെ പുറത്തു നിന്ന് എല്ലാ പെൺകുട്ടികളും അകത്തേക്ക് വീണു. ഇത് കണ്ട് സ്റ്റാഫ്
റൂമിൽ നിന്ന് എല്ലാരും ഞെട്ടിപ്പോവുന്നു. അത്രയ്ക്കും പെൺകുട്ടികളാണ് ആ സാറുമാരെ കാണാൻ വേണ്ടിട്ട് അവിടെ വന്ന് നിന്നിരുന്നത്. പ്രിൻസിപ്പൾ ആണെങ്കിൽ അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. പേടിച്ചു പോയ പെൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുന്നു. എല്ലാ പെൺകുട്ടികളും പോയെങ്കിലും യൂജു മാത്രം അവിടെ നിന്ന് പോകുന്നില്ല. അവളാണെങ്കിൽ സൂനെ കണ്ട ഷോക്കിൽ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അവസാനം അവളും അവിടെ നിന്ന് പോവുന്നു. ഗോയ മാത്രമല്ല ഈ രണ്ട് പെൺകുട്ടികളും യൂജുവിന്റെ ഫ്രണ്ട്സ് ആണ്. ഇവര് 4 പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ പുതിയതായി ടീച്ചേഴ്സ് എല്ലാം വന്ന സന്തോഷത്തിലാണ് ഇവര് 3 പേരും. എന്നാൽ യൂജു മാത്രമാണ് അവിടെ പേടിച്ച് നിൽക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും നമ്മുടെ പുതിയ ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് അവര് പിന്നെയും സന്തോഷിക്കുന്നു. അതേസമയം നമ്മുടെ സ്റ്റാഫ് റൂമിൽ നോക്കുവാണെങ്കിൽ പുതിയതായി വന്ന 4 ടീച്ചേഴ്സും 4 പണിയിലാണ്. നമ്മുടെ സൂനാണെങ്കിൽ കുറച്ച് വൃത്തിയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവിടെയെല്ലാം വൃത്തിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ പോലും സു അവിടെയെല്ലാം ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇവൻ ഇത് എന്തോന്നാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഡേജുനും. അങ്ങനെ നമ്മുടെ യൂജുവും ഗോയയും സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ഡ്രിങ്ക്സ് എല്ലാം മേടിച്ച് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുവാണ്. ഗോയയാണെങ്കിൽ യൂനിനെ കണ്ടതും അവനോട് ക്രഷ് തോന്നിയ കാര്യങ്ങളെല്ലാം യൂജുനോട് പറയുന്നു. അതായത് നമ്മുടെ കൊറിയൻ ലിറ്ററേച്ചർ ടീച്ചറിനോട്. അങ്ങനെ അവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് യൂജു ആണെങ്കിൽ ഡോറ് തുറക്കുന്ന സമയത്താണ് അവിടെ സൂ നിൽക്കുന്നത് കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ ഡോർ അടയ്ക്കുന്നു. ഗോയയ്ക്ക് എന്താണ് കാര്യമെന്ന് അറിയില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ ആ ഡോറ് തുറക്കുന്നു. അതെ, ഇന്നു മുതൽ സു ആണ് ഇവരുടെ ക്ലാസ് ടീച്ചർ. അവരുടെ ക്ലാസ് ടീച്ചർ ആണ് സു എന്ന് മനസ്സിലാക്കിയ യൂജു ആണെങ്കിൽ ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. അങ്ങനെ സു ആണെങ്കിലും അവരോട് അകത്ത് കയറാനെല്ലാം ആവശ്യപ്പെടുന്നു. അതിനുശേഷം സു ആണെങ്കിൽ ക്ലാസ്സിലെ അറ്റൻഡൻസ് എല്ലാം എടുക്കുന്നു. അപ്പോഴാണ് ലേറ്റ് ആയിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ജിയ എന്നാണ് അവളുടെ പേര്. ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ സു ആണെങ്കിൽ ഒന്നും അവളെ പറയുന്നില്ല. അങ്ങനെ സു ആണെങ്കിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം അത് കണക്കിലാണെന്ന രീതിയിൽ എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം അത് നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടിരിക്കുന്നത്. നമ്മളെ പോലെ തന്നെ യൂജു ആണെങ്കിൽ ആകെപ്പാടെ ബോർ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം യൂജുവിനാണെങ്കിൽ മാത്സ് ഇഷ്ടമല്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴാണെങ്കിൽ സു അല്ലേ മാത്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂജു ആണെങ്കിൽ ആകെപ്പാടെ ബോർ അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. യൂജു ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം സൂനിന് മനസ്സിലായി. അവൻ നേരെ യൂജുവിന്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ എക്സാമിന് അവൾക്ക് മാത്സിന് എത്ര മാർക്കാണ് എന്നെല്ലാം തിരക്കി. അത് പിന്നെ 4 എന്നൊക്കെ യൂജു പറയുന്നു. വെറും 4? നീ ആദ്യം പോയി പ്രൈമറി സ്കൂൾ പഠിക്ക്. മര്യാദയ്ക്ക് എന്നെ സ്റ്റാഫ് റൂമിൽ വന്ന് കണ്ടോണം എന്നും പറഞ്ഞ സു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ് എന്നും പറഞ്ഞ് യൂജു ആണെങ്കിൽ സൂനിനെ കാണാനായി പോകുന്നു. സു ആണെങ്കിൽ രാവിലത്തെ കാര്യമെല്ലാം മനസ്സിൽ വെച്ചതുകൊണ്ടായിരിക്കും തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് യൂജു വിചാരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ എത്ര പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ സു ചിന്തിക്കുന്നു. അതുകൊണ്ട് യൂജു രാവിലെ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം സൂനിനോട് സംസാരിക്കുന്നു. സാർ വിചാരിച്ചതുപോലെ ഞാൻ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. സാറിന് വേണമെങ്കിൽ എന്റെ ഫോണെല്ലാം ചെക്ക് ചെയ്യാം. ഇത് നോക്കിക്കേ, ഇതിനകത്താണെങ്കിൽ ഒരു വീഡിയോ പോലും ഇല്ല. റീസെന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത ഹിസ്റ്ററിക്കകത്തും ഒന്നും തന്നെ ഇല്ല. ഇത് ഫുൾ എംപ്റ്റി ആണ്. സാർ വിചാരിക്കുന്നത് പോലെയല്ല, സത്യമായിട്ടും ഞാൻ സാറിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ യൂജു പറയുന്നു. അങ്ങനെ സു ആണെങ്കിൽ യൂജു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിരിക്കൂ എന്നല്ലാതെ അവൾക്ക് ഒരു മറുപടി കൊടുക്കുന്നില്ല. എന്താണ് സു ഇങ്ങനെയല്ല അവളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യം യൂജുവിന് അറിയില്ല. അവളാണെങ്കിൽ അവനോട് സോറി എല്ലാം ചോദിക്കുന്നു. സു ആണെങ്കിൽ രാവിലെ നടന്ന കാര്യത്തെ കുറിച്ചൊന്നും അല്ല ചോദിക്കുന്നത്. പകരം എന്തുകൊണ്ടാണ് നീ 4 മാർക്ക് മാത്രം മേടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. യൂജു ആണെങ്കിൽ ആ സ്റ്റാഫ് റൂമിൽ നിന്ന് ആകെപ്പാട് നാണം കെടുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ തനിക്ക് മാത്സ് ഇഷ്ടമല്ല എന്നും മാത്സ് എന്ന സബ്ജക്റ്റിന് ഒരു ഫണ്ണില്ല എന്ന രീതിയിലൊക്കെ സൂനോട് സംസാരിക്കുന്നു. ഇത്രയ്ക്ക് ലോജിക് ഉപയോഗിക്കേണ്ട ഒരു സബ്ജക്റ്റ് നിനക്ക് ഇഷ്ടമല്ലെന്നോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് മാത്സ് ഇഷ്ടമല്ല എന്നും എന്നാൽ ഇപ്പോൾ അതിന്റെ ഒറിജിൻ അന്വേഷിക്കുകയാണ് താൻ എന്നും പറഞ്ഞ് ഒരു ലെറ്റർ എഴുതണം. യുക്ലിഡിനാണ് ആ ലെറ്റർ എഴുതേണ്ടത്. 20 പേജുള്ള ഒരു ലെറ്റർ ആയിരിക്കണം അത് എന്നൊക്കെ സു പറയുന്നു. യുക്ലിഡ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ലെറ്റർ എഴുതണം എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും സു ആണെങ്കിൽ ഇതൊരു പണിഷ്മെന്റ് ആയിട്ടാണ് യൂജുവിന് കൊടുത്തിരിക്കുന്നത്. 20 പേജ് ലെറ്റർ എഴുതണമല്ലോ എന്നും പറഞ്ഞ് യൂജു ആണെങ്കിൽ അവിടെ നിന്ന് വിഷമത്തോടെ തന്നെ ഇറങ്ങുന്നു. യൂജുവിന്റെ കൂടെ തന്നെ നമ്മുടെ യൂനും ഉണ്ട്. അതായത് കൊറിയൻ ലിറ്ററേച്ചർ സാറ്, നമ്മുടെ ഗോയയുടെ ക്രഷ്. യൂനാണെങ്കിൽ സു കാണിച്ച ഓരോ കാര്യത്തിനായി അവളോട് സോറി ചോദിക്കുന്നു. സു ആണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് ചൈൽഡിഷായി ഇൻമെച്യൂർ ആയിട്ടൊക്കെ പെരുമാറും എന്നും വെച്ച് അവനൊരു മോശപ്പെട്ട ആളൊന്നുമല്ല എന്നൊക്കെ യൂൻ പറയുന്നു. അതൊക്കെ കേട്ട് യൂജു ആണെങ്കിലും ചിരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ യു അവർക്ക് അടുത്തതായി ക്ലാസ് എടുക്കുന്നു. ഗോയയാണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷനിലാണ്. അവളുടെ ക്രഷ് ആണല്ലോ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ PT സാറായ ജിയോണാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും നല്ല ആക്റ്റീവായി തന്നെ PT ചെയ്യുന്നു. അതിനുശേഷം ജാപ്പനീസും ലിറ്ററേച്ചറും പഠിപ്പിക്കാനായി ഡേജുനാണ് എത്തുന്നത്. ഡേജുന്റെ ക്ലാസ്സിലാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഗേൾസും ഇളകിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ക്ലാസ്സിൽ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ മാത്സ് സാറായ സൂന്റെ ക്ലാസ്സിൽ മാത്രമാണ് എല്ലാവരും ഉറക്കം തൂങ്ങി ഇരിക്കുന്നത്. അവർക്കാർക്കും മാത്സ് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണെന്നും ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഏതാണെന്നും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ യൂജു ആണെങ്കിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ലൈബ്രറിയിൽ ഇരിക്കുവാണ്. ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ
തന്നെ അവളാണെങ്കിൽ അവളുടെ അടുത്ത സ്റ്റോറി എന്തെഴുതും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഏത് തരം സ്റ്റോറീസ് ആണ് എഴുതുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആദ്യമായിട്ട് അവളുടെ 4 ടീച്ചേഴ്സിനെ കാണുന്ന സമയത്ത് അവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നതായിട്ടല്ലേ അവൾക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അവളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് തന്നെ സ്റ്റോറി എഴുതിക്കൂടെ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അവരാണെങ്കിൽ തങ്ങളുടെ ടീച്ചറാണ്, ടീച്ചേഴ്സിനെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അവൾ അവളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ യൂജിന്റെ അടുത്ത ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂജു ആണെങ്കിൽ യൂൻ എങ്ങനെയുള്ള ആളാണ് എന്നുള്ള കാര്യമെല്ലാം നോട്ട് ചെയ്യുന്നത്. അതേസമയം ഗോയയാണെങ്കിൽ യൂനിനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂൻ പഠിപ്പിച്ചിറങ്ങിയതിനു ശേഷം ഗോയയാണെങ്കിൽ യൂനിന്റെ പുറകിന് തന്നെ പോകുന്നു. അവളാണെങ്കിൽ യൂനിന് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ബ്ലാക്ക് ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എപ്പോഴും ചോക്ക് കയ്യിൽ കൊണ്ട് നടക്കുന്നത് പാടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് തരുന്നത് എന്നും പറഞ്ഞ് ഗോയയാണെങ്കിൽ യൂനിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതാണെങ്കിൽ ഒരു ചോക്ക് ഹോൾഡർ ആണ്. യൂനാണെങ്കിൽ അവളെ നോക്കുന്ന സമയത്ത് അവളുടെ ചുറ്റിനും സ്നോ വീഴുന്നതായിട്ട് ഗോയയ്ക്ക് തോന്നുന്നു. തന്റെ ലവിനെ താൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്റെ ചുറ്റിനും ഇതേപോലെ സ്നോ വീഴണം എന്നൊക്കെ ഗോയ ആഗ്രഹിച്ചതായിരുന്നു. അതേപോലെ തന്നെയാണ് അവൾക്ക് ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നത്. അതായത് അവളുടെ ഒരു ഇമാജിനേഷൻ മാത്രം. ഏത് നമ്മുടെ അടിവയറ്റിൽ ഒരു മഞ്ഞ് വീഴുന്ന സുഖമില്ലേ, അതിന്റെ ഒരു കൊറിയൻ വേർഷൻ ആണിത്. അങ്ങനെ യൂനാണെങ്കിൽ ആ ഗിഫ്റ്റും മേടിച്ച് അവളോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മുടെ PT സാറായ ജിയോൺ ആണ് വരുന്നത്. ജിയോണിനെ നോക്കിയും അവന്റെ ഓരോ ക്യാരക്ടർ എല്ലാം യൂജു മനസ്സിലാക്കുന്നു. അങ്ങനെ ജിയോൺ ആണെങ്കിൽ ഈ ഗ്രൗണ്ടിന് ചുറ്റും 5 ലാപ്പ് നമുക്ക് ഓടാം എന്നൊക്കെ ആ പെൺകുട്ടികളോട് പറയുന്നു. ജിയോൺ വരുന്നത് വരെ ആ പെൺകുട്ടികൾ നല്ല ഇൻട്രസ്റ്റിലാണ് ഇരുന്നതെങ്കിലും ജിയോൺ ഈ കാര്യം പറഞ്ഞതോടെ എല്ലാവരുടെ ഇൻട്രസ്റ്റ് പോയി. എന്നാലും കുറച്ച് ഗ്രൂപ്പായിട്ട് അവര് ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മുടെ യൂജു ഉണ്ട്. അങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ യൂജു അവസാനമാണ് ഓടുന്നത്. ആ സമയത്ത് അവളുടെ മനസ്സിലാണെങ്കിൽ എന്ത് സ്റ്റോറി എഴുതും എന്നൊക്കെയുള്ള ചിന്തയാണ്. എന്നാൽ അതൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ അവളാണെങ്കിൽ അവളുടെ തലക്കിട്ടടിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ PT സാറും അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. ഇവരെ പറ്റിയല്ലേ അവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാറിനെ കണ്ടപ്പോൾ തനിയെ അവളുടെ സ്പീഡ് കൂടുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി എല്ലാ പെൺകുട്ടികളെയും തോപ്പിച്ച് അവളാണ് ആദ്യം എത്തുന്നത്. എല്ലാ പെൺകുട്ടികളും ഓടിയെത്തിയതിനേക്കാൾ കുറവ് സമയത്താണ് അവൾ ഓടിയെത്തിയിരിക്കുന്നത്. അവൾക്ക് ഓട്ടത്തിൽ കഴിവുണ്ട് എന്നുള്ള കാര്യം PT സാറിന് മനസ്സിലായി. അങ്ങനെ അടുത്ത ഗ്രൂപ്പ് സ്റ്റുഡൻസ് മോഡാനായി സ്റ്റാർട്ട് ചെയ്തു. ഓടിക്കോ ആരോടി ആര് ഫസ്റ്റിൽ വന്നാലും തനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ യൂജു അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ PT സാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. നിനക്ക് ഇതിൽ ശരിക്കും ടാലന്റ് ഉണ്ട്, എന്തുകൊണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊരു ട്രെയിനിങ് എടുത്തുകൂടാ? എന്റെ സ്റ്റാഫ് റൂമിൽ വന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഇട്ടാൽ മതി എന്നൊക്കെ PT സാർ പറയുന്നു. എന്നാൽ യൂജുവിന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പോയി എന്റെ ഫേസ് ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞ് യൂജു ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ യൂജു ആണെങ്കിൽ പിന്നെയും ആ കഥ എഴുതാനുള്ള പുറപ്പാടിലാണ്. അവൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടും പിന്നെയും അവളുടെ ടീച്ചേഴ്സിനെ പറ്റിയുള്ള സ്റ്റോറി തന്നെയാണ് അവൾ എഴുതുന്നത്. ശരിക്കും അവരുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെയൊന്നുമില്ല, അവളുടെ ഇമാജിനേഷൻ മാത്രമാണ് ഇതെല്ലാം. അങ്ങനെ യൂജു ആണെങ്കിൽ അവളുടെ സ്റ്റോറിയിലേക്ക് കൊറിയൻ ലിറ്ററേച്ചർ സാറായ യൂനിനെയും PT സാറായ ജിയോണിനെയും മാക്സ് സാറായ സൂനിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവരുടെ 3 പേരുടെ ഇടയിലുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. യൂജുവിനാണെങ്കിൽ സോനിനെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കഥയിൽ സോനിന് ഒരു നെഗറ്റീവ് റോൾ കൊടുക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവളുടെ ഇമാജിനേഷനിൽ അവർ 3 പേര് സംസാരിക്കുന്നതായെല്ലാം അവൾ കാണുന്നു. അവൾ കണ്ട കാര്യങ്ങളെല്ലാം അവൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അവളുടെ ഉദ്ദേശം. എന്നാലും യൂജു ഇതൊന്നും ഇതുവരെയായിട്ടും പോസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം യൂജു സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് സൂം സ്കൂളിലേക്ക് പോകുന്നതായി അവൾ കാണുന്നത്. അവളാണെങ്കിൽ യൂജു കാണാതെ യൂജുവിന്റെ പുറകിന് തന്നെ പോകുന്നുണ്ട്. യൂജുവിനാണെങ്കിൽ സൂവിനെ ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി മിണ്ടുന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ സു അവിടെ നിൽക്കുന്നത്. സു എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിന്നതെന്ന് യൂജുവിന് മനസ്സിലായില്ല. അവളും എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ആ സമയത്താണ് സു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അലറിക്കൊണ്ട് താഴെ വീഴുന്നത്. ഇത് കണ്ട യൂജു ആണെങ്കിലും പേടിച്ചു പോകുന്നു. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ സുവിന്റെ അടുത്ത് വന്നിട്ട് അവനെ തിരിച്ചു കിടത്തി. അപ്പോഴാണ് അവന്റെ മുഖത്ത് പ്രാവിന്റെ കാഷ്ടം പറ്റിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. സൂനാണെങ്കിൽ വൃത്തിയുടെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതല്ലായിരുന്നോ? സു നടന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാവ് പറ്റിച്ച പണിയാണിത്. യൂജു ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന ടവൽ എടുത്തിട്ട് അതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. യൂജു സുവിനെ ഒരുപാട് തവണ വിളിച്ചെണ്ണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് എണ്ണീക്കുന്നില്ല. അവന് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുമ്പോഴും ശ്വാസം ഇല്ലാത്തതുപോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവളാണെങ്കിൽ CPR എല്ലാം കൊടുത്തിട്ടും അവൻ എണ്ണിക്കാൻ ഉദ്ദേശമില്ല. അങ്ങനെ അവസാനം വായിൽ കൂടെ ശ്വാസം കൊടുക്കാം എന്ന രീതിയിൽ അവൾ അവന്റെ ചുണ്ടെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനും എണ്ണീക്കുന്നു. ഇപ്പോൾ അവന്റെ മുഖത്താണെങ്കിൽ കണ്ണാടി ഇല്ല. അതുകൊണ്ട് തന്നെ തന്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം സൂന് മനസ്സിലായില്ല. നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് യൂജു തിരക്കുമ്പോഴാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് യൂജു ആണ് എന്നുള്ള കാര്യം സൂന് മനസ്സിലായത്. ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണാടി കണ്ടുപിടിച്ചിട്ടാ എന്നൊക്കെ സൂ പറയുന്നു. സൂനാണെങ്കിൽ കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. അതേസമയം യൂജു ആണെങ്കിൽ സൂനിന്റെ കണ്ണാടി അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട്.
ഉണ്ട്. അങ്ങനെ അവൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കുന്നത്. വേറൊന്നുമല്ല, യൂജു ആണെങ്കിൽ ആ കണ്ണാടിയുടെ മുകളിൽ കയറി നിന്നിരുന്നു. അത് പൊട്ടിയ ശബ്ദമാണ് അവൾ കേട്ടത്. അവൾ മാത്രമല്ല, സൂവും അത് കേട്ടു. അതിന്റെ കണ്ണാടിയാണോ എന്നെല്ലാം സൂ തിരക്കി. അല്ലല്ല, ഇത് കണ്ണാടിയൊന്നുമല്ല, ഇതാണെങ്കിൽ ഇവിടെ കിടന്ന ഒരു ചുള്ളിക്കമ്പാണ് എന്നൊക്കെ യൂജു പറയുന്നു. എന്നിട്ട് നൈസായിട്ട് അവളാണെങ്കിൽ ആ കണ്ണാടി എടുത്ത് ബാഗിലിടുന്നുണ്ട്. ആ കണ്ണാടിയാണെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. താനാണ് ഈ കണ്ണാടി പൊട്ടിച്ചതെന്നെങ്ങാനും സൂ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം പറയണ്ടല്ലോ. ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കണ്ണാടി കിട്ടിയില്ല എന്നുള്ള കാര്യം യൂജു ആണെങ്കിൽ സൂനിനോട് പറയുന്നു. അങ്ങനെ സൂ ആണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് യൂജുവിന് നൽകി. അവന് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ സ്പെയർ ആയിട്ട് മറ്റൊരു കണ്ണാടി കൊണ്ടുവരാൻ തന്റെ ഫ്രണ്ട്സിനോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് അവനാണെങ്കിൽ ഫോൺ യൂജുവിന് നൽകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള 3 സാറുമാരും അങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ അവരെല്ലാം അവിടെ അന്വേഷിക്കുന്നുണ്ട്. അവരെല്ലാം അന്വേഷിച്ചിട്ടും ആ കണ്ണാടി കാണുന്നില്ല. കാര്യം അത് നമ്മുടെ യൂജു ആണെങ്കിൽ ഒളിപ്പിച്ച് അവളുടെ ബാഗിൽ ഇട്ടേക്കുമല്ലേ. തൽക്കാലത്തിന് അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു സ്പെയർ ആയിട്ടുള്ള കണ്ണാടി കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടുകൊണ്ട് അവര് സ്കൂളിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. ഇത്രയും നേരം അവരാണെങ്കിൽ കണ്ണാടി അന്വേഷിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാനായി കുറച്ച് താമസിച്ചിട്ടുണ്ട്. യൂജു ആണെങ്കിൽ നടന്ന് ഇനി സ്കൂളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ വൈകും. അതുകൊണ്ട് തന്നെ അവര് 4 പേരും യൂജുവിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. യൂജു ആണെങ്കിൽ അവര് 4 പേരും സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നു. അവൾക്ക് ഇതെല്ലാം ഒരു റൊമാൻറ്റിക് ടോക്ക് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അവര് സ്കൂളിലേക്ക് എത്തിയ സമയത്താണ് തനിക്ക് പറ്റിയ അബദ്ധം അവള് മനസ്സിലാക്കുന്നത്. ഈ 4 പേർക്കും സ്കൂളിലാണെങ്കിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇവൾ കയറി ചെന്ന് കഴിഞ്ഞാൽ സീനിയേഴ്സ് എല്ലാം ഇവളെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഇവൾക്കറിയാം. അങ്ങനെ യൂജു പെട്ടെന്ന് തന്നെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അവരെല്ലാം കണ്ടാൽ പ്രശ്നമാവും എന്നൊക്കെ യൂജു വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ സൂ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അവരുടെ വണ്ടിയാണെങ്കിൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് കയറിയ പാടെ പെമ്പിള്ളാരെല്ലാം ആ വണ്ടിയുടെ ചുറ്റിനുമായി ഓടുന്നു. അങ്ങനെ ജിയോൺ ആണെങ്കിൽ ബാക്കിയുള്ള 3 പേരെ അവിടെ ഇറക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും വണ്ടിയും കൊണ്ടുപോകുന്നു. അതിന്റെ പുറകിൽ തന്നെ യൂജു ഇരിപ്പുണ്ട്. എന്നാൽ യൂജു ആണെങ്കിൽ അവിടെ പതുങ്ങിയാണ് ഇരിക്കുന്നത്. ജിയോണും പോയതിനു ശേഷം അവിടെ എങ്ങും ആരുമില്ലല്ലോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് യൂജു ഒന്ന് നേരെ ഇരിക്കുന്നത് പോലും. അങ്ങനെ അവൾ ഡോറ് തുറക്കുന്നതിന് മുന്നേ തന്നെ സൂ ആണെങ്കിൽ ആ ഡോറ് തുറക്കുന്നു. അവളാണെങ്കിൽ വീഴാനും പോയി. സൂ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചിട്ട് നേരെ ഇരുത്തി. പുറത്തിറങ്ങി യൂജുവിനെ ആണെങ്കിൽ സൂ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ എന്റെ കണ്ണാടി കണ്ടില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? നീ കള്ളമാണ് പറയുന്നതെങ്കിൽ നീ ശരിക്കും റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ സൂ ആണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കേട്ടിട്ടും താൻ കണ്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് യൂജു മറുപടി പറയുന്നത്. അവളാണെങ്കിൽ യൂജുവിന്റെ കണ്ണാടി പൊട്ടിച്ചതിന്റെ പേടി കൊണ്ടാണ് അവൾ അങ്ങനെ കള്ളം പറയുന്നത്. അങ്ങനെ യൂജുവും സൂവും എല്ലാം ക്ലാസ്സിലേക്ക് പോകുന്നു. ആ സമയമാണ് പുതിയതായി ട്രാൻസ്ഫർ ആയി ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. സിംഗപ്പൂരിൽ നിന്നാണ് ഈ പെൺകുട്ടി എത്തിയിരിക്കുന്നത്. പേര് ജെന്നി. ജെന്നി വന്നിരിക്കുന്നത് ജിയുടെ അടുത്താണ്. ആ ക്ലാസ്സിലെ എല്ലാവർക്കും തന്നെ ജെന്നിയെ ഇഷ്ടപ്പെട്ടു. എല്ലാരും വന്ന് ജെന്നിയെ പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ ജിയ മാത്രമാണ് ഒരു മൈൻഡും ഇല്ലാതെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ യൂജുവിന് ഒരു ഫ്രീ പീരീഡ് കിട്ടിയ സമയത്ത് അവളാണെങ്കിൽ ആ കണ്ണാടി ഒട്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. അവളാണെങ്കിൽ എത്ര നോക്കിയിട്ടും ആ കണ്ണാടിയാണെങ്കിൽ ഒട്ടിയിരിക്കുന്നില്ല. അവസാനം അവളാണെങ്കിൽ ഒരു ടേപ്പ് ഇട്ടിട്ട് ആ കണ്ണാടിയിൽ ചുറ്റുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതിനി എങ്ങനെ സൂവിന്റെ കയ്യിൽ കൊടുക്കും എന്നുള്ള ചിന്തയിലാണ് യൂജു. അങ്ങനെ നമ്മൾ പിന്നീട് കാണുന്നത് ഡേജുൻ പഠിപ്പിക്കുന്നതാണ്. ഡേജുൻ അവിടെ ഇരുന്ന് പഠിപ്പിക്കുമ്പോഴും യൂജു ആണെങ്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഗോയെ നോക്കിക്ക് അവളാണെങ്കിൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുവാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ മുകളിൽ ഒരു കണ്ണ് തന്നെ വരച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അവളാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുവാണ്. ഡേജുനാണെങ്കിൽ അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നേരെ യൂജുവിന്റെ അടുത്തേക്കാണ് എത്തുന്നത്. യൂജു ആണെങ്കിൽ എന്തോ എഴുതുന്നതായിട്ട് അവന് മനസ്സിലായിരുന്നു. എന്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ വേണോ അല്ല ഈ എഴുത്ത്, മര്യാദയ്ക്ക് എന്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് വാ എന്നും പറഞ്ഞ ഡേജുൻ ആണെങ്കിൽ യൂജുവിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. അപ്പോഴാണ് ഗോയയും കണ്ണു തുറക്കുന്നത്. ഡേജു ആണെങ്കിൽ നേരെ യൂജുവിനെ കൊണ്ടുപോകുന്നത് സൂവിന്റെ അടുത്തേക്കാണ്. ദാണ്ടെ നിന്റെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് എഴുതിയ കാര്യമാണിത്, ഇത് നീ തന്നെ ഹാൻഡിൽ ചെയ്തോ എന്നും പറഞ്ഞ ഡേജുൻ ആണെങ്കിൽ അവിടെ നിന്ന് പോയി. സൂ അത് വായിച്ചു നോക്കിയിട്ട് അവളോട് തന്നെ വായിക്കാനായി ആവശ്യപ്പെടുന്നു. വേറൊന്നുമല്ല അവൾ എഴുതിയത്, യുക്ലിഡിനെ ഒരു ലെറ്റർ എഴുതണം എന്ന് സൂ തന്നെയല്ലായിരുന്നു ആവശ്യപ്പെട്ടത്. ആ ലെറ്റർ ആയിരുന്നു അവളാണെങ്കിൽ ഡേജിന്റെ ക്ലാസ്സിൽ ഇരുന്ന് എഴുതിയത്. അങ്ങനെ അവൾ ആ ലെറ്റർ വായിക്കുന്നു. ഡിയർ യുക്ലിഡ്, എനിക്കാണെങ്കിൽ മാത്സ് തീരെ ഇഷ്ടമല്ല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചർ ആണെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നെ വിളിക്കുന്നത്. എന്നാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അന്ന് ആ ടീച്ചർ ആണെങ്കിൽ എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ കളിയാക്കി. അന്ന് മുതലാണ് ശരിക്കും ഞാൻ മാത്സിനെ വെറുക്കാൻ തുടങ്ങിയത്. എന്തൊരു കഷ്ടമാണ് ഈ മാത്സ് പഠിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ജനിച്ചായിരുന്നെങ്കിൽ ഈ കഷ്ടമൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ യൂജു ആ കത്ത് നോക്കി വായിക്കുന്നു. നീ അപ്പോളജി ലെറ്റർ ആണോ എഴുതിയത് അതോ മാത്സിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ലെറ്റർ ആണോ എഴുതിയത് എന്നൊക്കെ സൂ തിരക്കി. ഇതൊരു അപ്പോളജി ലെറ്റർ ആയി കണക്കാക്കി തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ അവനോട് സോറി എല്ലാം ചോദിക്കുന്നു. സൂ ആണെങ്കിൽ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനാണെങ്കിൽ അവളുടെ 2 പോയിന്റ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവനാണെങ്കിൽ അവൾക്ക് മറ്റൊരു ടാസ്ക് കൂടെ കൊടുക്കുന്നു. നാളെ മുതൽ ജിയെ ആണെങ്കിൽ ക്ലാസ്സിൽ കറക്റ്റ് സമയത്തിന് വരണം. അവൾ ലേറ്റ് ആവുകയോ ക്ലാസ്സിൽ
ക്ലാസ് കട്ട് ചെയ്യുകയോ ചെയ്താൽ ഞാൻ അവളുടെ 2 പോയിന്റ് കുറയ്ക്കും, നിന്റെ 4 പോയിന്റും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നീ അവളെ നോക്കിക്കോണം എന്നൊക്കെ സു ആണെങ്കിൽ അവളോട് പറയുന്നു. ഇയാളിത് എന്തോ നീ പറയുന്നത് എന്നും ചിന്തിച്ച് യൂജു ആണെങ്കിൽ സൂനെ നോക്കുന്നു. സു ആണെങ്കിൽ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. താൻ ഇന്നു മുതൽ ജിയയുടെ കാര്യം നോക്കണം എന്നുള്ള കാര്യം യൂജുവിന് മനസ്സിലായി. യൂജു ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ പുള്ളിയുടെ എക്സ് ആയിരിക്കും നീ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ശത്രുക്കളായിരിക്കും. അതുകൊണ്ടാണ് വന്ന മുതൽ തന്നെ അയാൾ നിനക്ക് ഇങ്ങനെ ഓരോ പണികൾ തരുന്നത് എന്നൊക്കെ കൂട്ടുകാരികൾ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിയണമെന്ന് യൂജുവിന് അറിയില്ല. അങ്ങനെ ഗോയയാണെങ്കിൽ അവൾക്ക് എന്തോ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് അവളുടെ പ്ലാൻ എന്ന് അറിയില്ല. അങ്ങനെ പിന്നീട് സൂന്റെ പീരീഡ് ആയ സമയത്ത് യൂജു ആണെങ്കിൽ വയ്യ എന്ന രീതിയിൽ ഡെസ്കിൽ കിടക്കുവാണ്. ഗോയയാണെങ്കിൽ അവൾക്ക് വയ്യ എന്നുള്ള കാര്യം സൂനിനോട് പറയുന്നു. സു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂജുവിന്റെ അടുത്തേക്ക് എത്തി. സു അവളെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. തനിക്കാണെങ്കിൽ തീരെ വയ്യ എന്നുള്ള കാര്യം യൂജു പറയുന്നു. സു നോക്കുമ്പോൾ അവളുടെ മുഖമാണെങ്കിൽ വിളറി വെളുത്തിരിക്കുന്നു. അതായത് പനിയൊക്കെ വന്നിരിക്കുന്ന ഒരു മുഖം പോലെ. ആ സമയത്താണ് അവളുടെ ടോയ് അവൻ നോക്കുന്നത്. അവളുടെ ടോയിലാണെങ്കിൽ ഒരു വെള്ളപ്പൊടി പറ്റിയിരിക്കുന്നു. അതാണെങ്കിൽ അവളുടെ മുഖത്ത് നിന്നാണ്. ഒന്നുമല്ല, തനിക്ക് പനിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യൂജു കുറച്ച് മേക്കപ്പ് ഇട്ട് വന്നതായിരുന്നു. ആ മേക്കപ്പ് ആണ് ഇപ്പോൾ ആ ടോയിലും ആയിരിക്കുന്നത്. യൂജു തന്നെ പറ്റിക്കാനാണ് നോക്കുന്നത് എന്നുള്ള കാര്യം സൂന് മനസ്സിലായി. സു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല, മാത്സിന്റെ കുറെ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കുന്നു. അല്ലെങ്കിലേ അവൾക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. അതിന്റെ കൂട്ടത്തിൽ മാത്സിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവളാണെങ്കിൽ അവൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നില്ല. അവൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അവളാണെങ്കിൽ അവളുടെ ഇമാജിനേഷൻ വേൾഡിലാണ്. അതായത് മറ്റേ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. അതായത് ജിയോണും യൂനും സുവും സംസാരിക്കുന്ന ഒരു ഇമാജിനേഷൻ വേൾഡിലേക്കാണ് അവൾ പോയിരിക്കുന്നത്. അവളാണെങ്കിൽ ആ ഇമാജിനേഷൻ വേൾഡിൽ ചെന്നിട്ട് സുവിനെ വഴക്ക് പറയുന്നു. സുവിന്റെ സ്റ്റോറിയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അവൾ അവരെ മൂന്നുപേരെയും കാണുന്നത്. താൻ പറയുന്നത് പോലെ മര്യാദയ്ക്ക് ഈ സ്റ്റോറി അഭിനയിച്ചോണം, ഞാൻ ഉണ്ടാക്കിയ വെറും ഒരു ക്യാരക്ടർ മാത്രമാണ് നീ എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ സൂനിനെ വഴക്ക് പറയുന്നു. അതേസമയം റിയൽ ആയിട്ട് നോക്കുവാണെങ്കിൽ സു ആണെങ്കിൽ യൂജുവിനെയാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം അവനാണെങ്കിൽ അവൾക്ക് എംപോസിഷനും നൽകി അവിടെ നിന്ന് പോകുന്നു. തന്നെ ഇത്ര വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരിക്കലും സുവിന്റെ കണ്ണാടി തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ യൂജു തീരുമാനമെടുക്കുന്നു. അതേസമയം സു ആണെങ്കിൽ തന്റെ കണ്ണ് വയ്യാത്തത് കൊണ്ട് തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് മേടിക്കാനായി ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിയിരിക്കുവാണ്. അവിടെയാണെങ്കിൽ മറ്റാരുമല്ല, നമ്മുടെ യൂജുവിന്റെ അമ്മയാണ് നിൽക്കുന്നത്. കണ്ണിൽ മരുന്നൊഴിക്കുന്ന സൂനെ ആണെങ്കിൽ യൂജുവിന്റെ അമ്മ വായി നോക്കി നിൽക്കുന്നു. അങ്ങനെ സു മരുന്നെല്ലാം മേടിച്ച് നേരെ സ്കൂളിലേക്ക് തന്നെയാണ് വരുന്നത്. അതേസമയം യൂജു ആണെങ്കിൽ PT സാറിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് അവിടെ നിന്ന് പോവാനായി ഒരുങ്ങുമായിരുന്നു. അപ്പോഴാണ് സു അങ്ങോട്ടേക്ക് വരുന്നതും അവന്റെ കയ്യിൽ മരുന്നിരിക്കുന്നതും യൂജു കാണുന്നത്. കണ്ണിന് ഇനി എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ യൂജു ഓർക്കുന്നുണ്ട്. എന്നാലും അവൾ ഒന്നും ചോദിക്കാനായി നിൽക്കുന്നില്ല. അവളാണെങ്കിൽ നേരെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. എന്നാൽ അവൾ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്താണ് ജിയ ആണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ യൂജു ആണെങ്കിൽ ജിയയെ പിടിച്ച് നിർത്തുന്നുണ്ട്. അവളോട് സംസാരിച്ചിട്ട് ക്ലാസ്സിന് തന്നെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് യൂജു നോക്കുന്നത്. എന്നാൽ ജിയ ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം പുറകിൽ നിന്ന് സുവും കാണുന്നു. താൻ എത്ര പറഞ്ഞിട്ടും ജിയ കേൾക്കുന്നില്ല. തനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ യൂജു ആണെങ്കിൽ സുവിനോട് പറയുന്നു. നിന്റെ 4 പോയിന്റ് ഞാൻ കട്ട് ചെയ്യുവാണ് എന്നും പറഞ്ഞ് സു ആണെങ്കിൽ ക്ലാസ്സിലേക്ക് കയറുന്നു. ഇതും കൂടിയായപ്പോൾ ഇനി ഒരിക്കലും സുവിന്റെ കണ്ണാടി തിരിച്ചു കൊടുക്കില്ല എന്ന് യൂജു തീരുമാനമെടുക്കുന്നു. അങ്ങനെ അവളാണെങ്കിൽ ആ കണ്ണാടി എടുത്ത് സ്കൂളിന്റെ തന്നെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ വേസ്റ്റ് ബിന്നിലേക്ക് അവളാണെങ്കിൽ സുവിന്റെ കണ്ണാടി ഇടുന്നു. അങ്ങനെ അടുത്ത ദിവസം യൂജു ആണെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് യൂൻ യൂജുവിനെ കാണുന്നത്. യൂജുവിന്റെ മുഖം മാറിയിരിക്കുന്നത് കണ്ടിട്ട് യൂൻ ആണെങ്കിൽ യൂജുവിനോട് കാര്യമെല്ലാം തിരക്കി. സു ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ അവരുടെ വീഡിയോ എടുത്തെന്നാണ്. എന്നാൽ ഞാനാണെങ്കിൽ അവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ പേരിൽ സു ആണെങ്കിൽ എപ്പോഴും തനിക്ക് ഓരോ പണിഷ്മെന്റ് തന്നുകൊണ്ടിരിക്കും. തന്നെ സൂനാണെങ്കിൽ അതുകൊണ്ട് തന്നെ തീരെ ഇഷ്ടമല്ല. ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി തന്റെ പോയിന്റും കുറയ്ക്കും എന്നൊക്കെ യൂജു ആണെങ്കിൽ യൂനിനോട് പറയുന്നു. ഏയ്, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഒരു റീസണും ഇല്ലാതെ സു ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ യൂനും പറയുന്നു. യൂനിനോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ യൂജു ആണെങ്കിൽ അവിടെ നിന്ന് പോയി. അവളാണെങ്കിൽ നേരെ ചെല്ലുന്നത് ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയിൽ ചെന്ന് പിന്നെ അവൾ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുവാണ്. യൂജുവിന് ഇപ്പോഴാണെങ്കിൽ സൂര്യനോട് ദേഷ്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂജു ആണെങ്കിൽ തന്റെ ഇമാജിനേഷനിൽ PT സാറായ ജിയോൺ ആണെങ്കിൽ സൂര്യനെ ഇടിക്കുന്നതായി ഒരു പോർഷൻ ആഡ് ചെയ്യുന്നു. എന്നാൽ യൂജുവിനാണെങ്കിൽ ഒരടി കൊണ്ട് സംതൃപ്തിയായില്ല. സൂന് ഒരിടിയും കൂടെ ജിയോൺ കൊടുക്കുന്നതായിട്ട് യൂജു ഇമാജിൻ ചെയ്യുന്നു. ഇതെല്ലാം എഴുതിയതിനു ശേഷം അവൾക്ക് ഇത് പോസ്റ്റ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്നാൽ ആ 3 ക്യാരക്ടേഴ്സും ഇത് പോസ്റ്റ് ചെയ്യാനായി അവളോട് പറയുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അങ്ങനെ യൂജു അവസാനം തന്റെ ടീച്ചേഴ്സിനെ പറ്റി എഴുതിയിട്ടുള്ള ആ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നു. അതേസമയം സു ആണെങ്കിൽ അവന്റെ വീട്ടിലാണ്. സൂനാണെങ്കിൽ തന്റെ കണ്ണാടി മാറിയത് കൊണ്ട് തന്നെ കണ്ണിന് നല്ല രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം സൂനിന് അടുത്ത ദിവസം തലവേദനയും പനിയും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ വയ്യാത്തത് കൊണ്ട് തന്നെ സു ആണെങ്കിൽ സ്കൂളിലേക്കും പോയിരുന്നില്ല. അങ്ങനെ സൂന് പകരമായിട്ട് യൂനാണ് ക്ലാസ് എടുക്കാനായി വരുന്നത്. യൂന് വന്നത് കൊണ്ട്
കൊണ്ട് തന്നെ ഗോയെ ഹാപ്പി. സൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂജുവിനാണെങ്കിൽ ഇനി ജിയുടെ കാര്യം നോക്കണ്ടല്ലോ. ആ കാര്യമെല്ലാം പറഞ്ഞ് യൂജുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ യൂജുവിന് മാത്രം അത്രയ്ക്ക് സന്തോഷമില്ല. യൂജുവിന് സൂനെ ഇഷ്ടമല്ലെങ്കിൽ പോലും സൂ വരാത്തത് കൊണ്ട് യൂജു വിഷമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ യൂജു ആണെങ്കിൽ PT സാറിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് അത് PT സാറായ ജിയോണിന്റെ കയ്യിൽ കൊടുക്കാനായി സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. ആ സമയത്താണ് യൂനും ജിയോണും കൂടെ സൂവിന്റെ കണ്ണാടി കാണുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള മിസ്സിംഗ് പോസ്റ്റർ അടിക്കുന്നത് അവൾ കാണുന്നത്. ഈ ഗ്ലാസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്നെല്ലാം യൂജു തിരക്കുന്നു. അതെ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അവനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അവര് മറുപടി പറയുന്നു. ഇത് കേട്ട യൂജു പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി ഓടി. അവളാണെങ്കിൽ ആ കണ്ണാടി ഇട്ടിരുന്നത് വേസ്റ്റ് ബിന്നിലല്ലായിരുന്നു, അതെടുക്കാനായിരുന്നു അവൾ ഓടിയത്. എന്നാൽ അവൾ അതെടുക്കുന്നതിന് മുന്നേ തന്നെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് അതെടുത്തുകൊണ്ട് പോയിരുന്നു. യൂജു ആണെങ്കിൽ ആ വണ്ടിയുടെ പുറകിന് ഓടിയെങ്കിലും ആ ഡ്രൈവർ അതൊന്നും കണ്ടിരുന്നില്ല. പെട്ടെന്ന് തന്നെ യൂജു ആണെങ്കിൽ തന്റെ കൂട്ടുകാരിയുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ആ വണ്ടിയെ ഫോളോ ചെയ്തു പോകുന്നു. അവളാണെങ്കിൽ ആ വണ്ടിയുടെ പുറകിന് തന്നെ ഉണ്ട്. നിർത്താനൊക്കെ പറഞ്ഞ് യു ആണെങ്കിൽ ആ വണ്ടി ഒരുപാട് നേരം ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ അതൊന്നും കണ്ടിരുന്നില്ല. അത്രയും ദൂരം സൈക്കിൾ ചവിട്ടി യൂജു ആണെങ്കിൽ ടയർഡായി കഴിഞ്ഞിരുന്നു. എന്നാലും അവൾക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്താനായിട്ട് അവളാണെങ്കിൽ ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അവളാണെങ്കിൽ ആ വണ്ടി നിർത്തിക്കുന്നുണ്ട്. വണ്ടിയിലെ ഡ്രൈവർ ആണെങ്കിൽ അവളോട് ആദ്യം ദേഷ്യപ്പെടുവാണ് ചെയ്തത്. എന്നാൽ യൂജു ആണെങ്കിൽ തനിക്ക് ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം വേസ്റ്റിനകത്തായി പോയെന്നും അത് തനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അതുകൊണ്ടാണ് താൻ ഇത്രയും നേരം ഫോളോ ചെയ്തു വന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാൽ പിടിക്കുന്നുണ്ട്. അവസാനം ആ വേസ്റ്റിൽ അന്വേഷിക്കാനായി ഡ്രൈവറും സമ്മതിക്കുന്നുണ്ട്. ആ ഡ്രൈവർ ഒരു പാവ മനുഷ്യനാണെന്ന് തോന്നുന്നു. അവളുടെ കൂടെ ഇരുന്ന് തന്നെ അയാളും ആ ഗ്ലാസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷം അവൾക്ക് അവസാനം ആ കണ്ണാടി കിട്ടുന്നുണ്ട്. ഇനി ആ കണ്ണാടി അവൾക്ക് എങ്ങനെയെങ്കിലും സൂനെ ഏൽപ്പിക്കണം. അതിന് അവൾ കണ്ടുപിടിച്ച വഴിയാണ് അവളുടെ അനിയൻ. അവളുടെ അനിയനെ കൊണ്ട് അവളാണെങ്കിൽ സൂന് ആ കണ്ണാടി കൊടുക്കുന്നു. ഈ കണ്ണാടി നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെ സൂ ആണെങ്കിൽ ആ കൊച്ചുപയ്യനോട് തിരക്കി. ഇതെനിക്ക് അവിടെയുള്ള ഒരു ബെഞ്ചിൽ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെയാണെങ്കിൽ ഈ കൊച്ചുപയ്യൻ പറയുന്നു. സൂന് അറിയത്തില്ല ഇതാണെങ്കിൽ യൂജുവിന്റെ ബ്രദർ ആണെന്ന്. സത്യം പറ, ഇത് നിന്റെ കയ്യിൽ എങ്ങനെയാണ് എത്തിയത്? നീ ആണെങ്കിൽ എന്നെ വിളിച്ച നമ്പർ അത് എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നമ്പറാണ്. സത്യം പറ, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ സൂ ആണെങ്കിൽ ആ കൊച്ചുപയ്യനോട് തിരക്കി. അവസാനം അവനാണെങ്കിൽ സത്യവും പറയുന്നു. പോരാത്തതിന് അവനാണെങ്കിൽ യൂജുവിനെ വിളിച്ചിട്ട് സൂന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. യൂജു ആണെങ്കിൽ വേറെ എങ്ങോട്ടും പോയിരുന്നില്ല. അവര് രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ അവളാണെങ്കിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. കള്ളങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് മനസ്സിലാക്കിയ യൂജു ആണെങ്കിൽ അവിടെ നിന്ന് എണ്ണീറ്റ് വരുന്നുണ്ട്. അങ്ങനെ സൂ ആണെങ്കിൽ യൂജുവിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആ ഗ്ലാസ് കാണാതായ സമയത്ത് തന്നെ ഞാൻ നിന്നോട് ചോദിച്ചതല്ലായിരുന്നു അത് എന്റെ ഗ്ലാസ് ആയിരുന്നു എന്ന്? അപ്പോൾ നീ എന്താ പറഞ്ഞേ അത് ഗ്ലാസ് അല്ല, അവിടെ കിടന്നൊരു ചുള്ളിയിൽ ചവിട്ടിയതാണെന്ന്? അത് കഴിഞ്ഞിട്ടും ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു എന്റെ ഗ്ലാസ് നീ കണ്ടിരുന്നോ എന്ന്. അപ്പോഴും നീ എന്നോട് കള്ളത്തരവാണ് പറഞ്ഞിരുന്നത്. എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്നൊക്കെ സൂ ആണെങ്കിൽ അവളോട് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ പേടിച്ചിട്ടാണ്. ആ വീഡിയോ പ്രശ്നത്തിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണെങ്കിൽ എന്റെ പോയിന്റും കുറച്ചിരുന്നു. ആ സമയത്താണ് ഞാൻ അറിയാതെ നിങ്ങളുടെ കണ്ണാടിയിൽ ചവിട്ടി അത് പൊട്ടിച്ചത്. ഇതും കൂടി അറിഞ്ഞാൽ നിങ്ങൾ എന്റെ പോയിന്റ് കട്ട് ചെയ്യുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഈ കണ്ണാടി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ഒറ്റവട്ടം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ സൂവിന്റെ അടുത്ത് സോറി എല്ലാം പറയുന്നു. സൂ ആണെങ്കിൽ കുറെ നേരം അവളെ നോക്കി നിൽക്കുന്നു. സൂ അവളോട് ക്ഷമിച്ച് ഇതെല്ലാം മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൾക്കാണെങ്കിൽ അവൻ നല്ലൊരു പണി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഈ കണ്ണാടിക്ക് 10 മില്യൺ വോൺ വില വരും. അത് നീ എനിക്ക് എത്രയും പെട്ടെന്ന് പേ ചെയ്യണം എന്നൊക്കെ സൂ പറയുന്നു. അവളാണെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആണ്. അവളെ സംബന്ധിച്ച് ഇത്രയും ക്യാഷ് ഒന്നും അവൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൂ ആണെങ്കിൽ യൂജുവിന് മറ്റൊരു ഓഫർ കൂടി നൽകുന്നു. സ്കൂൾ ടൈമിന് ശേഷം തന്റെ എക്സ്ട്രാ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സൂ ആണെങ്കിൽ അവളെ വിളിക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും ഇതേപോലെ കുറച്ച് പിള്ളേർക്കായി എക്സ്ട്രാ ക്ലാസ് വെക്കും. നമ്മുടെ PT ടീച്ചർ ആണെങ്കിലും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചില്ലേ? അതും ഇതേപോലെ തന്നെ സ്കൂൾ ടൈമിന് ശേഷമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓരോ സ്റ്റുഡൻസിനും ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ കൂടെ പോയി ട്രെയിൻ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ സൂ ആണെങ്കിൽ തന്റെ മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവൾക്ക് മാത്സ് ഇഷ്ടമല്ല. അപ്പോഴാണ് താന്റെ എക്സ്ട്രാ ക്ലാസ്സിന് അവളെ വിളിക്കുന്നത്. 10 മില്യൺ വോണ് അവൾക്കില്ലാത്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവൾ അതിന് തന്നെയായിരിക്കാൻ പോവാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവളാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന അവളാണെങ്കിൽ താൻ പോസ്റ്റ് ചെയ്ത സ്റ്റോറി നോക്കുമ്പോഴാണ് അവൾ ആകെപ്പാട് ഞെട്ടുന്നത്. ഇതുവരെയായിട്ടും അവളുടെ ഒരു സ്റ്റോറി പോലും ആരും അയച്ചിരുന്നില്ല. എന്നാൽ അവൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറി ആണെങ്കിൽ ഒരുപാട് പേര് കണ്ടിരിക്കുന്നു. നല്ല റിവ്യൂസുമാണ് അവരെല്ലാം ഇട്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് ഇത് സത്യം തന്നെയാണോ എന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ആ കമന്റ് എല്ലാം കണ്ടിട്ട് അവളാണെങ്കിൽ തുള്ളിച്ചാടുന്നുണ്ട്. ഇതേപോലുള്ളൊരു അവസരം നിങ്ങൾ എനിക്കൂടെ തന്നൂടെ? ഞാനിവിടെ ഒന്ന് തുള്ളിച്ചാടട്ടെ. അപ്പോൾ എല്ലാരും മറക്കാതെ തന്നെ ഒരു കമന്റ് എങ്കിലും ഇടണേ. അങ്ങനെ ഈ കമന്റ് എല്ലാം കണ്ട് മോട്ടിവേഷനായി അവളാണെങ്കിൽ അടുത്ത എപ്പിസോഡ് എഴുതുന്നു. ഇന്ന് സൂ ആണെങ്കിൽ അവളുടെ അടുത്ത് 10 മില്യൺ വോൺ ആവശ്യപ്പെട്ടില്ലേ? അതേ ഡയലോഗ് അവളാണെങ്കിൽ അവളുടെ ഇമാജിനേഷൻ വേൾഡിലെ
ക്യാരക്ടേഴ്സ് പറയുന്നതായി ആഡ് ചെയ്യുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ വരുന്ന സമയത്തും ആ കമന്റ് എല്ലാം നോക്കി ഹാപ്പി ആയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇവളിങ്ങനെ സന്തോഷിച്ച് വരുന്നത് ഗോയയും കാണുന്നുണ്ടായിരുന്നു. ഗോയയ്ക്കാണെങ്കിൽ ഇവള് എഴുതുമെന്നൊക്കെ അറിയാമെങ്കിലും ഇവള് ഏത് രീതിയിലുള്ള എഴുത്തുകളാണ് എഴുതുന്നത് എന്ന് മാത്രം അറിയില്ലായിരുന്നു. യൂജു ആണെങ്കിൽ ഇവരോടൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കണ്ണാടിയെല്ലാം കിട്ടി കണ്ണൊക്കെ ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സുവും ഉഷാറായി തന്നെ സ്കൂളിലേക്ക് എത്തിയിരുന്നു. യൂജു ആണെങ്കിൽ പിടിക്ക് കയറാനുള്ള ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തതായിരുന്നു. പക്ഷെ സു ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഇനി മാത്സ് ക്ലാസ്സിന് കയറണം. അങ്ങനെ അവളാണെങ്കിൽ ആ ക്ലാസ്സിനുള്ള ആപ്ലിക്കേഷൻ ഫോം എഴുതിക്കൊണ്ടാണ് സ്റ്റാഫ് റൂമിലേക്ക് എത്തുന്നത്. അവൾ വരുന്നത് കണ്ടിട്ട് ജിയോൺ വിചാരിക്കുന്നത് അവന്റെ ക്ലാസ്സിന് കയറാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം തരാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നതെന്നാണ്. എന്നാൽ അവളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം നേരെ കൊണ്ട് കൊടുക്കുന്നത് സുവിന്റെ അടുത്തേക്കാണ്. ഇത് കണ്ടിട്ട് ജിയോണും ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എനിക്ക് ശരിക്കും പിടിക്ക് കയറാനായിരുന്നു ആഗ്രഹം, പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെ യൂജു ആണെങ്കിൽ ജിയോണിനോട് പറയുന്നു. യൂജു ആണെങ്കിൽ അവളുടെ താല്പര്യപ്രകാരമല്ല മാത്സ് ക്ലാസ്സിന് കയറുന്നത് എന്നുള്ള കാര്യം ജിയോണിന് മനസ്സിലായി. അവൾക്ക് ഇതിൽ ടാലന്റ് ഉണ്ട്, അവൾ എന്റെ ക്ലാസ്സിനാണ് കയറാൻ പോകുന്നത് എന്നൊക്കെ ജിയോൺ പറയുന്നു. എന്നാൽ അവൾക്ക് സ്പോർട്സിലല്ല പകരം മാത്സിലാണ് ടാലന്റ് എന്നും പറഞ്ഞ് സു ആണെങ്കിൽ യൂജുവിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം മേടിക്കുന്നുണ്ട്. യൂജു ആണെങ്കിൽ സൂനിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദയനീയമായി തന്നെ ജിയോണിനെ നോക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിന്റെ ക്ലാസ് ടീച്ചർ പറയുന്നത് പോലെ ചെയ് എന്നും പറഞ്ഞ് ജിയോണും അവളെ കൈയൊഴിയുന്നു. അവൾക്ക് എന്തായാലും പെട്ടുപോയെന്നുള്ള കാര്യം മനസ്സിലായി. സൂനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് യൂജും അവിടെ നിന്ന് പോയി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യൂജുവും ഗോയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗോയ്ക്കാണെങ്കിൽ യൂനിനോട് ഒരു ക്രഷ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് യൂജു നേരെ ചെല്ലുന്നത് നമ്മുടെ PT സാറായ ജിയോണിന്റെ അടുത്തേക്കാണ്. ജിയോൺ ആണെങ്കിൽ അവളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതും. സു ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ജിയോണിന്റെ അടുത്ത് വന്ന് ട്രെയിനിങ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ സു ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് സുവും വിളിക്കുന്നത്. ക്ലാസ്സിന് വരുന്നതിന് മുന്നേ പ്രിന്റ് ഔട്ട് എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സു വിളിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിയോൺ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രിന്റ് ഔട്ട് എടുത്ത് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണ് അവൾ ആകെപ്പാട് ഞെട്ടിപ്പോകുന്നത്. അവൾ നോക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ടോപ്പേഴ്സ് ആണ്. ഇവരുടെ കൂടെ എങ്ങനെ ക്ലാസ്സിൽ ഇരിക്കും എന്നുള്ള ടെൻഷനിലാണ് യൂജു. എന്നാലും എടുത്തുകൊണ്ട് വന്ന പ്രിന്റ് ഔട്ട് എല്ലാം എല്ലാവർക്കുമായി കൊടുക്കുന്നു. ആ സമയത്താണ് യൂജുവിന്റെ ക്ലാസ്സിലെ ടോപ്പറായ യുന്നു അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. യുന്നിനും യൂജു ആ പ്രിന്റ് ഔട്ട് എല്ലാം കൊടുക്കുന്നു. അല്ല, നീയൊക്കെ എന്തിനാ ഈ ക്ലാസ്സിൽ വന്നത് എന്നൊക്കെ ചോദിച്ച് യുന്നാണെങ്കിൽ യൂജുവിനെ കളിയാക്കുന്നുണ്ട്. നിനക്കറിയാവോ, അവൾക്കാണെങ്കിൽ ആകെ 4 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം മാത്സിന് കിട്ടിയത്. എന്നിട്ടും അവളാണെങ്കിൽ ടോപ്പേഴ്സിന്റെ ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ യുന്നാണെങ്കിൽ കൂട്ടുകാരിയോട് പറഞ്ഞ് യൂജുവിനെ കളിയാക്കുന്നു. ഇതെല്ലാം യൂജുവും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഈ കളിയാക്കലെല്ലാം കേട്ട് അധിക നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ബാഗും എടുത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ക്ലാസ് കട്ട് ചെയ്ത് യൂജു ആണെങ്കിൽ നേരെ ചെന്ന് പെടുന്നത് നമ്മുടെ സൂവിന്റെ മുന്നിൽ തന്നെയാണ്. സൂവിന്റെ അടുത്ത് യൂജു ആണെങ്കിൽ മാത്സ് ഇഷ്ടമല്ലെന്നും തനിക്ക് ഈ ക്ലാസ് വേണ്ട എന്നൊക്കെയുള്ള ഓരോ എക്സ്ക്യൂസായി പറയുന്നു. എന്നാൽ സു ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. നിനക്ക് മാത്സിന് 4 മാർക്ക് കിട്ടിയില്ലേ, അത് എങ്ങനെയാണ് കിട്ടിയത് എന്നെല്ലാം സു തിരക്കി. അത് പിന്നെ ആ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് സോൾവ് ചെയ്തതെന്നറിയോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടിയത്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് 4 മാർക്ക് കിട്ടിയത് എന്നൊക്കെ യൂജു പറയുന്നു. അത്രയും മതി, നീ ആണെങ്കിൽ കഷ്ടപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചില്ലേ, നിനക്കാണെങ്കിൽ ഈ കഴിവുണ്ട്, നിന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞ സു ആണെങ്കിൽ യൂജുവിനെ വിളിച്ച് നേരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ക്ലാസ്സിലെത്തിയ യൂജു ആണെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവള് സുഖമായി തന്നെ അവിടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എല്ലാ പിള്ളേരും വീട്ടിൽ പോയി. ആ സമയത്താണ് സു ആണെങ്കിൽ യൂജുവിന്റെ അടുത്തേക്ക് എത്തുന്നതും. പെട്ടെന്ന് തന്നെ യൂജു ഓർക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. എന്നാൽ സു ആണെങ്കിൽ താൻ ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസം എഴുതി കൊണ്ടുവരണം എന്നൊരു പണിഷ്മെന്റ് അവൾക്ക് കൊടുക്കുന്നു. അവളാണെങ്കിൽ ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യം സൂനറിയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു പണിഷ്മെന്റ് അവൾക്ക് കൊടുത്തത്. എന്നാൽ പണിഷ്മെന്റ് കിട്ടിയ യൂജു ആണെങ്കിൽ വീട്ടിൽ ചെന്ന് പഠിക്കുമെന്ന് വെച്ചാൽ അതും അങ്ങനെയല്ല. അവളാണെങ്കിൽ കുറച്ച് ഫുഡ് എല്ലാമായിട്ട് നേരെ ചെല്ലുന്നത് അവളുടെ ഫ്രണ്ട്സിനെ കാണാനാണ്. അവരാദ്യം 4 പേരല്ലായിരുന്നോ, അത് കഴിഞ്ഞ് ഇപ്പോൾ ജിന്നിയും അവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഇപ്പോഴവര് 5 പേരായിട്ടാണ് ചില്ല് ചെയ്യുന്നത്. എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അവരെല്ലാം ഫുഡ് ഷെയർ ചെയ്ത് നല്ലൊരു ടൈം തന്നെയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് 5 പേരും അവിടെ കിടന്ന സ്റ്റാറിനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ആ സ്റ്റാർ എല്ലാം ജോയിൻ ചെയ്ത് ഒരു ആനിമി ക്യാരക്ടർ പോലെ യൂജുവിന് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ആ ക്യാരക്ടറിന് ഒരു മുഖവും വരുന്നു. അത് സുവിന്റെ മുഖമാണ്. അതുകൊണ്ട് യൂജു ആണെങ്കിൽ ഞെട്ടി എണ്ണിക്കുന്നുണ്ട്. എന്താണ് കാര്യം, എന്തിനാണ് അവൾ ഞെട്ടിയത് എന്നാണെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാരികൾ ചോദിക്കുന്നു. അപ്പോഴാണ് സു ആണെങ്കിൽ അവൾക്ക് എഴുതാൻ കൊടുത്ത കാര്യം അവൾ ഓർക്കുന്നത്. ഒരുപാട് വൈകിയിരുന്നു, ഇനിയാണെങ്കിൽ അവൾക്ക് എഴുതാനും സാധിക്കില്ല. അങ്ങനെ യൂജു ആണെങ്കിൽ സു കൊടുത്ത വർക്ക് ചെയ്യാതെയാണ് അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്നത്. താൻ വർക്ക് ചെയ്തില്ല എന്നുള്ള കാര്യം യൂജു ആണെങ്കിൽ നേരെ സുവിനോട് തന്നെ വന്ന് പറയുന്നു. നീ ഒരു തവണയെങ്കിലും അത് ട്രൈ ചെയ്തോ, ഒരുപാട് തവണ ട്രൈ ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിനക്ക് കിട്ടും,
അങ്ങനെയല്ലേ നിനക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് എന്നൊക്കെ സൂ പറയുന്നു. അതൊക്കെ എന്തോ ലക്ക് കൊണ്ട് കിട്ടിയതാണ്, എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. ശരി, ഞാൻ ആദ്യമായി ക്ലാസ്സിൽ വന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ സൂ തിരക്കി. എന്നാൽ യൂജു ആണെങ്കിൽ അതൊന്നും കേട്ടിരുന്നില്ല. യൂജു മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് താൻ പറഞ്ഞ ഒരു കാര്യങ്ങളും അവൾ കേട്ടിട്ടില്ല എന്നുള്ള കാര്യം സൂ മനസ്സിലാക്കി. എന്റെ ഒരു ക്ലാസ്സും നീ ശ്രദ്ധിക്കുന്നില്ലല്ലേ, നീ ശരിക്കും എന്നെ നിരാശനാക്കി കളഞ്ഞു എന്നൊക്കെ സൂ പറയുന്നു. എന്നാൽ യൂജു ആണെങ്കിൽ ഒരു സോറിയും പറഞ്ഞ് അവിടെ നിന്ന് പോയി. പുള്ളി എന്തിനാണ് ഓരോ എക്സ്പെക്ടേഷൻ എന്റെ മുകളിൽ വെക്കുന്നത്, അതിന്റെ ഒരു ആവശ്യം അയാൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ നേരെ ലൈബ്രറിയിലേക്കാണ് ചെല്ലുന്നത്. യൂജു ആണെങ്കിൽ അവളുടെ കഥയുടെ ബാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈബ്രറിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവളുടെ ഇമാജിനേഷനും ആരംഭിച്ചു. അവളുടെ ഇമാജിനേഷനിലാണെങ്കിൽ അവളുടെ ക്യാരക്ടേഴ്സ് ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരുടെ ഇടയിൽ ഓരോ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂമെന്റ്സ് എല്ലാം അവൾ കാണുന്നു. അവളുടെ ആ ഇമാജിനേഷൻ ആണെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ യൂജു ആണെങ്കിൽ ആ സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നു. ആ സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് യൂജുവിന് പരിചയമുള്ള ഒരു സ്മെല്ല് വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത്. ഈ സ്മെല്ലാണെങ്കിൽ തനിക്ക് അറിയാവുന്ന ആരുടെയോ ആണല്ലോ എന്നൊക്കെ യൂജു ഓർക്കുന്നു. ഒന്നും സംഭവിക്കല്ലേ സംഭവിക്കല്ലേ എന്നും പറഞ്ഞ് യൂജു ആണെങ്കിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അതാ നിൽക്കുന്നു നമ്മുടെ സൂ. യൂജു പെട്ടെന്ന് തന്നെ ലാപ്പ് അടച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും സൂ അതിന് സമ്മതിച്ചില്ല. യൂജുവിനെ പിടിച്ചു മാറ്റിയിട്ട് സൂ ആണെങ്കിൽ ആ സ്റ്റോറി എല്ലാം വായിക്കുന്നു. യൂജു ആ സ്റ്റോറിയിൽ നമ്മുടെ ഈ ടീച്ചേഴ്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തെങ്കിലും അവരുടെ എല്ലാം പേര് മാറ്റിയിട്ടാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇവരാണ് എന്ന് മനസ്സിലാവത്തില്ലായിരുന്നു. സൂ ആ സ്റ്റോറി എല്ലാം വായിച്ചിട്ട് യൂജു ആണെങ്കിൽ ഇത് തങ്ങളെ പറ്റി എഴുതിയതാണ് എന്ന് സൂ മനസ്സിലാക്കുവോ? അങ്ങനെയെങ്കിൽ യൂജുവിന് ഇനി എന്ത് പണിഷ്മെന്റ് ആയിരിക്കും സൂ കൊടുക്കാൻ പോകുന്നത്? അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആദ്യത്തെ 5 എപ്പിസോഡാണ് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.